ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻ കറിയുണ്ട്, പിന്നെ മീൻ പൊരിച്ചത്, ഒരു ഒഴിച്ചുകറി, പിന്നെ ഒരു തോരൻ, പിന്നെ ചോറും ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയുമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ടൊന്ന് കിടക്കാം. ഞാൻ ആദ്യമായിട്ട് മീനൊന്ന് കറി വെക്കാൻ പോകണം. അതിനുവേണ്ടി ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഇതിലോട്ടിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുളകിട്ട മീൻ കറിയാണ്. ഇതിൽ ചേർക്കാനുള്ള മീനൊക്കെ നേരത്തെ തന്നെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഞാൻ മുളക് പൊടിയുടെ പകുതി അളവിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുവേണ്ടി തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ മുളക് പൊടി ഒന്ന് കരിയാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള കുടംപുളി ഞാനിവിടെ കഴുകി നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. കുടംപുളി താല്പര്യമില്ലാത്തവർക്ക് വാളംപുളി ആണെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ ഇതിൽ ഞാനൊരു 350 ഗ്രാം മീനാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 കിലോ മീൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇടാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പിനി മീനിൻ്റെ കഷ്ണങ്ങളിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് മസാലയൊക്കെ ഇതിലൂടെ നന്നായിട്ടൊന്ന് പിടിക്കും. അതിനുശേഷം എന്നിട്ട് പൊരിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ ചോറാണ് വെക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. കുക്കറിലാണ് ഞാൻ ഈ ചോറ് വെക്കുന്നത്. ഇനി ആദ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ചോറുണ്ടാക്കാൻ എപ്പോഴും കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൻ്റെ വലിപ്പം കുറയും തോറും ചോറിൽ വെള്ളം ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനെപ്പോഴും ഒരു വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ കുക്കർ ഓഫാക്കും. ഇപ്പം വെന്തില്ലെങ്കിൽ നമുക്കത് വേവിച്ചെടുക്കാം. പക്ഷേ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഓരോ അരിയുടെയും വേവും വ്യത്യാസമായിരിക്കും. പിന്നെ കുക്കറിൻ്റെ പ്രഷറിലും വ്യത്യാസം വരും. അപ്പം പല കുക്കറിനും പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ പ്രഷറും നമുക്കറിയാൻ പറ്റുമല്ലോ. പിന്നെ ഏത് അരി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ചോറുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ വേവ് എങ്ങനെയാണ്. അതിനനുസരിച്ച് പിന്നെ നമുക്കത് അതുപോലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഈ ചോറ് വെന്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള കറികളും കൂടി ഉണ്ടാക്കാം. ഞാനിനി അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക ചേർത്തുള്ള ഒഴിച്ചുകറിയാണ്. വെള്ളരിക്കയൊക്കെ കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകി ഇവിടെ ഒരു ചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക മാത്രമല്ല, ഞാൻ അതിൽ 2-3 കഷ്ണം ചെറിയ ചേമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ചേമ്പും വെള്ളരിക്കയും കൂടി ചേർത്തുള്ള ഒഴിച്ചുകറിയാണ് ഞാൻ വെക്കുന്നത്. ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കുക്കറിലാണെങ്കിൽ ഒരു സ്റ്റീം വന്നിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഈ ചേമ്പും വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇതിനി പാത്രം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് ഇതിൽ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇത് ഞാൻ അരയ്ക്കാൻ നേരം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതിന് പകരം ഞാനിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവാണ്. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 1 കപ്പോളം തൈരാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാൻ പോകുന്നത്. ഈ തൈരിന് അധികം പുളിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം ഞാൻ തൈരും തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളരിക്കായും അതുപോലെ തന്നെ ചേമ്പും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പൊഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. കുറച്ചും കൂടെ കറി നീണ്ടിരിക്കണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇത്രേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എല്ലാവരും ഉണ്ടാക്കുന്ന കറികൾ തന്നെയാണ്. സാധാരണ മിക്കവരും വെള്ളരിക്ക തന്നെയാണ് ഉണ്ടാക്കാറ്, പക്ഷേ ചേമ്പും കൂടി ഇട്ടാൽ നല്ലതാണ്. താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുവാണ്. ഇതിലോട്ട് 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ വെള്ളരിക്ക ചേമ്പ് കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒഴിച്ചുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി ഇപ്പം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്ക കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഇവിടെ വേകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ചീരയിലെ തോരനാണ്. പച്ച ചീര കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചീര ഇവിടെ നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചീരയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഈ തോരനിൽ ചേർക്കാനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചെറിയുള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് അരിഞ്ഞു പോകേണ്ട, തോരനായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ തോരനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചീരയിലേക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പും ഇലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇത് പാത്രം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമെല്ലാം ഒന്ന് തോർത്തിയെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും ചീരത്തോരൻ റെഡിയാകും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതല്ലേ ചീരത്തോരൻ? ഒരുപാട് ഗുണങ്ങളുള്ള നല്ല ഒരു പച്ചക്കറിയാണിത്. ഇതിലെ വെള്ളം ഒന്ന് തോർന്ന് വരട്ടെ ചെറിയ തീയിൽ കിടന്ന്. ഈ സമയത്ത് ഇനി മീനൊന്ന് പൊരിച്ചെടുക്കുക. ഇപ്പം മീനിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ തീയിൽ കിടന്ന് മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ മീനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് ചോറൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഒരു വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രഷറെല്ലാം നന്നായിട്ട് പോയതിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ഇതിനി വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറേയും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വടിക്കുകയാണെങ്കിൽ ആ ചോറിലൊന്നും ഒട്ടും വെള്ളമയം പിടിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒട്ടും പശയൊന്നും കാണത്തില്ല. പിന്നെ ഞാൻ ഇതുപോലുള്ള അരിപ്പ പാത്രത്തിലാണ് ചോറ് എപ്പോഴും വടിക്കുന്നത്. ഇതിൽ ഇങ്ങനെ വടിക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം അതിൽ തങ്ങി നിൽക്കത്തില്ല. നന്നായിട്ട് വെള്ളം എല്ലാം പോയി കിട്ടുകയും ചെയ്യും. അങ്ങനെ കുഴയാത്ത നല്ല ചോറ് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ കറി റെഡി ആയിട്ടുണ്ട്, വെള്ളരിക്ക കറി, പിന്നെ തോരനും മീൻ പൊരിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റാണ് എടുത്തത്. ഈ ചെറിയ ലഞ്ച് വ്ളോഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, വെള്ളരിക്ക മോരുകറിയും അതുപോലെ തന്നെ നല്ല മുളകിട്ട മീൻ കറിയൊക്കെ. അതിൻ്റെ കൂടെ ചീരത്തോരനും കൂടി ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മീൻ പൊരിച്ചതും കൂടി ഉണ്ടല്ലോ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.